കോളേജൊക്കെ കഴിഞ്ഞ് അടിച്ചു പൊളിക്കാനായി ബീച്ചിൽ പാർട്ടി വെച്ച കുറെ സ്റ്റുഡൻസിനുണ്ടായ അനുഭവം. ഒരു സ്പീഷീസ് അവരെ ആക്രമിക്കുന്നതാണ് ഈ സിനിമയുടെ കഥ. 2016 പുറത്തിറങ്ങിയ ദ സാൻഡ് എന്ന മൂവിയുടെ സ്റ്റോറിയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു മല്ലു ട്രാൻസ്ലേറ്റർ. ഫിലിമിന്റെ ആദ്യത്തിൽ നമ്മൾ കാണുന്നത് കോളേജ് സ്റ്റുഡൻസ് ബീച്ചിൽ പാർട്ടി നടത്തുന്നതാണ്. പിന്നെ അവരുടെ നായികയെ കാണിക്കുന്നു. കെയിൽ എന്നാണ് അവളുടെ പേര്. കെയിലിന് ഒരാൾ ഡ്രിങ്ക് ഓഫർ ചെയ്യുന്നു, ബട്ട് അവൾ അത് കുടിക്കുന്നില്ല. നമ്മുടെ ജോന എന്ന് പറയുന്ന ആളോട് അവൾക്ക് വൺ സൈഡ് ലവ് ഉണ്ട്. അവനാണെങ്കിൽ ചെന്ന എന്ന് പറയുന്ന കുട്ടിയോടൊപ്പം ഭയങ്കരമായി പാർട്ടി ആഘോഷിക്കുന്നത് കാണുമ്പോൾ കെയിലിന് ഭയങ്കര വിഷമം. അവൾ ആ ഡ്രിങ്ക്സ് എടുത്ത് കുടിക്കുന്നു. അന്നേരം മിച്ചൽ എന്ന് പറയുന്ന ഒരുത്തം വന്ന് ഇവിടെ ആരും ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല, എല്ലാവരും പാർട്ടിയിൽ ശ്രദ്ധിക്കാമെന്ന് പറയുന്നു. ശേഷം എല്ലാവരുടെ ഫോൺ വാങ്ങി ഒരു കവറിലോട്ട് വെക്കുന്നു. അപ്പോഴാണ് രണ്ടുപേർ കടലിൽ നിന്ന് കിട്ടിയ സാധനമായി അവിടേക്ക് വരുന്നത്. എല്ലാവരും പാർട്ടി എൻജോയ് ചെയ്ത് പാർട്ടി നടന്ന സ്ഥലത്ത് തന്നെ ഉറങ്ങുന്നു. രാവിലെ എണീറ്റ് ഹീറോ നോക്കുമ്പോൾ കുറച്ചു പേർ മാത്രം ബാക്കിയുള്ളവർ എവിടെ പോയെന്ന് ആലോചിക്കുമ്പോൾ ഒരു പക്ഷി വന്ന് മണലിലിരിക്കുന്നു. അത് മണലിലേക്ക് താഴ്ന്നു പോകുന്നു. അന്നേരം കെയിലിന്റെ ഫ്രണ്ട് മണലിൽ കാല് കുത്തുന്നു. അവളും മണലിലേക്ക് താഴ്ന്നു പോകുന്നു. അവളെ രക്ഷിക്കാൻ കാറിൽ ഒരുത്തൻ ഓടി വന്ന് നോക്കുമ്പോൾ അവനും ആ മണലിലേക്ക് താഴുന്നു. ബാക്കിയുള്ളവർ ഇവിടെ എന്താണ് നടക്കുന്നത് ഒരു ഐഡിയ ഇല്ലായിരിക്കുന്ന സമയം അപ്പോഴാണ് ആ മണ്ണിൽ നിന്ന് ആ സ്പീഷീസ് അവരെ കഴിക്കുന്നവർ കാണുന്നത്. അവർക്ക് മനസ്സിലായി ഈ മണ്ണിൽ ആര് കാലുകുത്തിയാലും അവർ ആ സ്പീഷീസ് കഴിക്കുമെന്ന്. അന്നേരം ജോന കാർ സ്റ്റാർട്ട് ചെയ്ത് പോകാൻ നോക്കുന്നുണ്ട്, പക്ഷെ അവൾക്ക് കഴിയുന്നില്ല. കെയിൽ അവളുടെ കൈയെടുത്ത് മണ്ണിലേക്ക് അടുപ്പിക്കുന്നു. അന്നേരം ആ സ്പീഷീസ് പൊങ്ങി വരുന്നു. അവൾ കൈ മാറ്റുമ്പോൾ അത് താഴ്ന്നു പോകുന്നു. അപ്പോഴാണ് കിൽബർട്ട് എന്ന ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പാർട്ടിക്കിടയിൽ ആരോ അവനെ ടിന്നകത്തിട്ട് വെച്ചിരിക്കുകയാണ്. അവൻ അവിടെ നിന്ന് അനങ്ങാൻ സാധിക്കുന്നില്ല. അവൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നേരം എല്ലാവരും പറയുന്നു ഇവിടെ സ്പീഷീസ് ഉണ്ട്, അവിടെ തന്നെ നിന്നു എന്ന് പറയുന്നു. അവനും പേടിച്ച് അതിൽ അനങ്ങാതെ ഇരിക്കുന്നു. അങ്ങനെ അവരെ ആരെങ്കിലും രക്ഷിക്കാൻ വരുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് കാറിലുള്ള ആളുകൾ വെയിൽ കൊണ്ട് ക്ഷീണിക്കുന്നു. അന്നേരം സൺസ്ക്രീം എടുത്തു കൊടുത്ത് കുറച്ച് വെയിലിൽ നിന്ന് അവർ പിടിച്ചു നിൽക്കുന്നു. അവരിൽ ഒരാൾ മണ്ണിലൊരു ഹോട്ടോക്ക് എടുത്തെറിയുന്നു. അവർ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ആ സ്പീഷീസ് വന്നതെടുക്കുന്നു. വേറൊരു ഹോട്ടോക്ക് എടുത്ത് കുറച്ച് ദൂരെ എറിയുന്നു. ബട്ട് അത് എടുക്കാൻ ആ സ്പീഷീസ് എത്തുന്നില്ല. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇതൊരു ഏരിയയിൽ മാത്രമേ ഉള്ളൂ എന്ന്. അപ്പോഴാണ് ജോനയ്ക്ക് ഒരു ഐഡിയ തോന്നിയത്. കാറിൻ്റെ അടിയിൽ ഒരു സർഫിംഗ് ബോർഡ് ഉണ്ട്, അത് 1 by 1 ആയിട്ട് ഒരു പാലം പോലെ ഉണ്ടാക്കി ക്രോസ് ചെയ്യാമെന്ന്. അവൾ ആ സർഫിംഗ് ബോർഡ് എടുത്ത് മണ്ണിലേക്കിട്ട് കയറി നിന്നു. ആ സ്പീഷീസ് ഒന്നും തന്നെ ചെയ്തില്ല. അങ്ങനെ അവൾ 1 by 1 ആയിട്ട് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾ ആ വുഡൻ ബോർഡിൻ്റെ അടുത്തെത്തിയപ്പോഴേക്കും ഹെഡ് നീങ്ങി. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി അത് നീക്കുന്നത് ആ സ്പീഷീസ് ആണെന്ന്. അവൾ മണ്ണിലേക്ക് തൊട്ടില്ല എന്ന അവസ്ഥയിലാകുമ്പോൾ ആ സ്പീഷീസ് പൊങ്ങി വരുന്നു. അവൾ എങ്ങനെയൊക്കെയോ ആ വുഡൻ ബോർഡിലേക്ക് കയറി രക്ഷപ്പെടുന്നു. അവിടെ നിന്ന് അവൾ കുറച്ച് എനർജി ഡ്രിങ്കൊക്കെ എടുത്ത് കഴിക്കുന്നു. അവൾ കുറച്ച് എല്ലാവർക്കും കൊടുക്കുന്നു. വുഡൻ ഹൗസിലുള്ള ഹീറോക്ക് എറിഞ്ഞു കൊടുക്കുമ്പോൾ ടേബിളിന്റെ കാൽ പൊട്ടിപ്പോകുന്നു. കാലിൽ സ്പീഷീസ് ഇൻഫെക്റ്റ് ആയത് കാരണം ജോണ ക്ഷീണിച്ച് ആ ടേബിളിൽ കിടക്കുന്നു. അതിനിടയിൽ റോണി എന്ന പെൺകുട്ടി കാറിനുള്ളിൽ ഡിക്കി തുറക്കാൻ ശ്രമിക്കുന്നു. അവൾ ഡിക്കി തുറന്നു നോക്കുമ്പോൾ എല്ലാവരുടെ ഫോൺ അവിടെ കാണുന്നു. അപ്പോഴേക്കും റോണിയുടെ കൈ സ്ലിപ്പായി അവളുടെ കൈ ഡിക്കി ലോക്കായി പോകുന്നു. അവൾ വേദന കാരണം കരയുകയാണ്. അപ്പോഴാണ് അവർ ഒരു കാറിന്റെ സൗണ്ട് കേൾക്കുന്നത്. അതൊരു പോലീസുകാരന്റെ ജീപ്പായിരുന്നു. അങ്ങനെ അവർ ആ പോലീസുകാരനെ വിളിക്കുന്നു. പോലീസുകാരൻ കാർ നിർത്തി അവരുടെ അടുത്തേക്ക് വരുന്നു. പക്ഷെ ആ സ്പീഷീസ് അയാൾ ഒന്നും ചെയ്യുന്നില്ല. കാരണം അയാൾ നല്ലൊരു വുഡ് മോഡൽ ഒരു ഷൂ ധരിച്ചിരിക്കും. ആ പോലീസുകാരനോട് കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നു. ബട്ട് ആ പോലീസുകാരൻ ഇതൊന്നും വിശ്വസിക്കുന്നില്ല. അവർ മദ്യത്തിന്റെ പുറത്താവും പറയുന്നതെന്ന് വിചാരിച്ച് അദ്ദേഹം 911 വിളിക്കാൻ പറഞ്ഞ് അദ്ദേഹം പോകുന്നു. അന്നേരം അദ്ദേഹത്തിന്റെ കീച്ചൻ മണ്ണിലേക്ക് വീഴുന്നു. അവർ എല്ലാവരും ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട് സ്പീഷീസ് ഉണ്ട്, എടുക്കരുതെന്ന്. ബട്ട് അയാളതൊന്നും കേൾക്കാതെ ആ കീ ചെയിൻ എടുക്കാൻ വേണ്ടി മണ്ണിലേക്ക് കൈ താഴ്ത്തിയതും ആ സ്പീഷീസ് അയാൾ അറ്റാക്ക് ചെയ്തു. അയാളുടെ കയ്യിൽ പേപ്പർ സ്പ്രേ ഉണ്ട്, അത് യൂസ് ചെയ്യാൻ കെയിൽ വിളിച്ച് പറയുന്നു. പക്ഷെ അതൊന്നും ഒരു കാര്യവും ഉണ്ടായില്ല. ഇനി അയാളെ രക്ഷിക്കാൻ പറ്റില്ല എന്ന് കെയിലിന് മനസ്സിലായി. അയാളെ മണ്ണിലേക്ക് താഴ്ത്തി കൊണ്ടുപോകുന്നു. അപ്പോഴാണ് മിച്ചൊരു ഐഡിയ പറയുന്നത്. നമ്മുടെ കയ്യിലുള്ള എല്ലാ തുണികളും ഷൂ കണക്കാക്കി ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന്. അങ്ങനെ അവരെല്ലാം തുണി കഴച്ച് ചെയ്ത് കാറിലുള്ള തുണിയെല്ലാം ചെന്ന വുഡ് ഹൗസിലേക്ക് ഇട്ട് കൊടുത്തപ്പോൾ മിച്ച് കൈ പൊട്ടി താഴെ വീഴുകയാണ്. അങ്ങനെ അവൻ മരിച്ചു പോകുന്നു. അപ്പോഴാണ് കെയിലിനൊരു ഐഡിയ തോന്നുന്നത്. പൊട്ടിപ്പോയ കൈവഴി യൂസ് ചെയ്ത് ക്രോസ് ചെയ്താലോ എന്ന്. അവർ യൂസാക്കി ബാലൻസ് ചെയ്ത് നടന്നു പോകുന്നു. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ജോന ജീവനോടെയുണ്ട്. ബട്ട് അവൻ്റെ സിറ്റുവേഷൻ വളരെ മോശമാണ്. റോണി അത് ക്രോസ് ചെയ്യുമ്പോൾ സ്ലിപ്പായി മണ്ണിലേക്ക് വീഴുന്നു. അവർ വേഗം പേപ്പർ സ്പ്രേ യൂസ് ചെയ്യുന്നു. അത് കാരണം അവർ രക്ഷപ്പെടുന്നു. അങ്ങനെ അവളെ രക്ഷിക്കാൻ നോക്കുമ്പോൾ ആ സ്പീഷീസ് അവളെ മണ്ണിലേക്ക് വലിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ ചെന്നൈയുടെ കയ്യിലുള്ള തുണിയെല്ലാം അവർ കൂട്ടിക്കെട്ടി ഷൂസ് പോലാക്കി പോലീസ് ജീപ്പിന്റെ അടുത്തേക്ക് പോകുന്നു. അപ്പോഴാണ് ഗിൽബർട്ടിനെ കാണിക്കുന്നത്. അവൻ ആ ബോക്സിൽ ടൈറ്റായി അവൻ്റെ വയറെല്ലാം മുറിഞ്ഞ് രക്തം വരുന്നുണ്ട്. അത് സെൻസ് ചെയ്ത സ്പീഷീസ് അവനെ മണ്ണിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നു.
ഇത് കണ്ട് ചെന്ന തലയിടിച്ച് ബോധം കെട്ടി വീഴുന്നു. പിന്നെ കുറേ നേരം കഴിഞ്ഞ് രാത്രിയാണ് അവൾക്ക് ബോധം വന്നത്. ശേഷം ചെന്ന എയർ ബാഗ് നിറച്ച് കെയിലിനിട്ട് കൊടുത്തു. അതിൽ ചവിട്ടി അവൾ ജീപ്പിലേക്ക് പോകുന്നു. പക്ഷേ കെയിൽ ജീപ്പിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് മുന്നേ ആ സ്പീഷീസ് ഒറിജിനൽ രൂപത്തിൽ വരുന്നു. അവൾ അറ്റാക്ക് ചെയ്യുന്നു. എന്തായാലും അതിനെ കൊല്ലണമെന്ന് തീരുമാനിച്ച അവൾ ആ ജീപ്പിലിരിക്കുന്ന പെട്രോൾ ചാനലിലെ പെട്രോൾ മണ്ണിലേക്ക് ഒഴിച്ച് ആ സ്പീഷീസ് വരുന്ന കറക്റ്റ് ടൈമിൽ തീ കൊളുത്തുകയാണ്. അങ്ങനെ ആ സ്പീഷീസ് ഇല്ലാതാകുന്നു. അതിനുശേഷം ജോനയെ തൊടുമ്പോൾ അവൾക്ക് മനസ്സിലാവുന്നു ജോന മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അങ്ങനെ അവൾ ആ കാറിൽ കിടന്നുറങ്ങുന്നു. പിറ്റേ ദിവസം ആകുമ്പോൾ ജോന മരിച്ചിരുന്നു. അവർ സർഫർ വന്ന് അവരെ വിളിക്കുന്നു. അവർ ഭയങ്കര ഭയത്തോടെ ആ മണ്ണിൽ ചോട്ടുന്നു. ബട്ട് അവർക്കൊന്നും സംഭവിക്കുന്നില്ല. പക്ഷേ കെയിലും ചെന്നൈയും മാത്രം ജീവനോടെ തിരിച്ചു പോകുന്നുള്ളൂ എന്ന് കാണിച്ചാണ് ഈ സിനിമയുടെ അവസാനിക്കുന്നത്.